അതാണ് സ്വരൂപ്. ആ പുറത്തിരുന്ന ചെക്കല്ലേ, അതാണ് സ്വരൂപ്. ഞങ്ങൾ ഗ്രേഡില്ല, ബി ഗ്രേഡില്ല. ഞങ്ങള് എ ബി സിയാ, 3 ഗ്രേഡാ. അതില് ബി ഗ്രേഡിലുള്ള ആൾക്കാർക്കുള്ള. ക്ഷമിക്കണം, ഞാനും മാത്സ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ തുടങ്ങി. അന്ന് ഇതേ സാധനങ്ങൾ തന്നെ ടീച്ചർ പറഞ്ഞു ഞങ്ങളെ ക്ലാസ്സിൽ. അതന്നെ വീണ്ടും പറഞ്ഞത്. അപ്പോൾ എല്ലാം പെട്ടെന്ന് മനസ്സിലായി. ഞാനറിയാണ്ട് ടീച്ചർ എന്തോ മറ്റേ ബൈസെക്ടർ വരക്കാൻ വരച്ചില്ല. അത് വരക്കാണ്ട് അറിയാണ്ട് ഇപ്പോൾ ശരിയായി. അതാണ് അതിനെക്കാട്ടി വലിയൊരു സംഭവം. വരക്കാണ്ട് പറഞ്ഞാൽ അല്ല, അതല്ല, ഞാൻ ബൈസെക്ടർ വരക്കണം നിർബന്ധം. ബൈസെക്ടർ വരക്കണം എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. 8 സെന്റിമീറ്റർ, അതുകൊണ്ട് പകുതി എടുക്കാലോ. 4 സെന്റിമീറ്റർ വരക്കാം. അപ്പൊ 4 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു സർക്കിൾ വരച്ചിട്ട് ടാൻജന്റ് വരച്ച്. അപ്പൊ ഉണ്ട് എല്ലാരും ടീച്ചർ നോക്കണോണ്ട് എല്ലാവർക്കും ഉണ്ട് അവിടെ ബൈസെക്ടർ വരച്ചിരിക്കണ്. ടീച്ചർ ഇന്റെ നോക്കിയപ്പോ പറഞ്ഞു, ഈ സർക്കിളില്ലേ, സർക്കിൾ കുറച്ചും കൂടി തെളിച്ചായിട്ട് വരക്കണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. കാരണം എന്റെ ഞാൻ പെൻസില് ചെറിയ പെൻസിലാ, അതുകൊണ്ട് പൊട്ടാക്കാൻ വേണ്ടി ഒരു മയത്തിൽ വരച്ച് നോക്കിയതാ. അപ്പോൾ വലിയ തെളിച്ചൊന്നുമില്ല. ടീച്ചർ പറഞ്ഞു കുറച്ചും കൂടി കട്ടിക്ക് വരച്ചോണ്ടി, എന്നാലേ വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ശരിയാണ്. അതറിയാം, ഞാനല്ല, അത് 8 സെന്റിമീറ്റർ ഉണ്ടല്ലോ, കറക്റ്റ് ഒരു പകുതി എടുക്കാലോ. ബൈസെക്ടർ വരക്കാൻ പകുതി കൂടുതൽ എടുക്കണോ? പക്ഷെ വേറെ സർക്കിൾ വരക്കാൻ, അതുകൊണ്ട് സെന്റർ കിട്ടിയാ പോരെ. അതുകൊണ്ടാണ് നോക്കണേ. എല്ലാം പഠിക്കാൻ തുടങ്ങാം.